അതൊരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് സാധ്യമല്ല? സാധ്യമല്ല, അത്ര തന്നെ. ആന്റി, ബിസിനസ്സാണ്. ബിസിനസ്സിൽ വ്യക്തി വൈരാഗ്യങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ആന്റി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? നന്ദന, ബിസിനസിന്റെ നിയമങ്ങളൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ കയ്യിലിരിക്കുന്ന MBA ഗോൾഡ് മെഡൽ കൊണ്ട് മാത്രം ബിസിനസ്സിൽ ഇറങ്ങിത്തിരിച്ചതാ നിന്റെ തെറ്റ്. ബിസിനസിന് വേണ്ടത് അനുഭവ സമ്പത്താ. അനുഭവ സമ്പത്തുള്ളവരുടെ കാഴ്ചപ്പാടുകൾ തെറ്റല്ല എന്നുറപ്പുള്ള കണക്കുകൂട്ടലുകളാണ് ബിസിനസ്. അല്ലാതെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ച അറിവല്ല. നീ കേട്ടിട്ടില്ലേ, കടലാസിലെ പശു പുല്ല് തിന്നാറില്ല. അനുഭവങ്ങളുടെ പീഠത്തിൽ കയറി നാളെയെ നേരത്തെ കൂട്ടി അറിയുന്നവനാ ബിസിനസ്സിൽ വിജയിക്കുന്നത്. ആന്റി, ബോധപൂർവം വിഷയത്തിൽ നിന്ന് വഴുതിപ്പോകുന്നതാണോ അതോ? ഞാൻ കല്യാണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആന്റി സംസാരിക്കുന്നത് ബിസിനസിന്റെ തിയറിയെക്കുറിച്ചും. നോ, ഞാൻ സംസാരിക്കുന്നത് ബിസിനസ്സിലെ എത്തിക്സിനെ കുറിച്ചാണ്. ഒരു കമ്പനിയിൽ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കെ സ്വന്തം പേറ്റന്റുമായി മറ്റൊരു കമ്പനി തുടങ്ങിയവളാ നീ പറഞ്ഞ കല്യാണി. അങ്ങനെ ബിസിനസ്സിൽ ചതിയും വഞ്ചനയും കലർത്തിയ ബ്രാൻഡ് അംബാസിഡറുടെ പെരുമ കൊണ്ട് 200 കോടിയെന്നല്ല 2000 കോടിയുടെ ബിസിനസ് ആയാലും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് വേണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു കാരണവശാലും കല്യാണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ട് പറ്റില്ല? അപ്പോ നീയും കൂടെ ചേർന്നുള്ള പരിപാടിയായിരുന്നല്ലേ? എനിക്ക് തോന്നി ഈ കണ്ടീഷന്റെ പിന്നിൽ ഉറപ്പായിട്ട് നീ ഉണ്ടാവുമെന്ന്. അതെ, ഞാനും ഉണ്ട്. പറ്റില്ല എന്നാണ് അവസാന തീരുമാനമെങ്കിൽ ബ്രോ തുടങ്ങിയതുപോലെ അരവിന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേരിൽ മറ്റൊരു കമ്പനി കൂടി ഉദയം ചെയ്യും. എന്നിട്ട് ഞാൻ കല്യാണിയെ ബ്രാൻഡ് അംബാസിഡർ. ദേവീത് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കരുതമ്മ. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന ബിസിനസ്സുകാരിയെ പേടിപ്പെടുത്തുകയാണോ നീ? പേടിപ്പെടുത്തലൊന്നും അല്ലമ്മേ, സത്യവും ഞാൻ പറഞ്ഞേ. അരവിന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള ഒരു പേരിൽ ഒരു കമ്പനി തുടങ്ങി കല്യാണി അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിരിക്കും ഞാൻ. കൊള്ളാം. വെരി ഗുഡ്. രണ്ട് മക്കൾ രണ്ട് ചേരികളായി തിരിയുന്നത് കാണാനേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പറ്റുമെങ്കിൽ പരസ്പരം അവരെ കൊണ്ട് ആയുധം എടുപ്പിക്കണം. എന്നാലേ നിയോഗം പൂർത്തിയാകും. ഓ, അപ്പൊ എനിക്കെതിരെ അണിയറയിൽ എല്ലാരും കൂടി ചേർന്നുള്ളൊരു പടയൊരുക്കമായിരുന്നു അല്ലേ? എന്ത് പടയൊരുക്കം അഖില? ഇതിനൊക്കെ കാരണം നിന്റെ പിടിവാശി മാത്രമാണ്. പിടിവാശികൾ സർവനാശമേ സമ്മാനിക്കൂ അഖില. തൃച്ചംബരത്ത് നാശം വരാൻ കാരണം എന്റെ പിടിവാശികളല്ല. അതെ, അമ്മയുടെ പിടിവാശികൾ കൊണ്ട് മാത്രമാണ് തൃച്ചംബരത്ത് സർവനാശം വിതച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദാസേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് ഉത്തരം മുട്ടുമ്പോ വായടപ്പിച്ചിട്ട് കാര്യമില്ലമ്മ. അരവിന്ദ്, പ്ലീസ്. വാ, വരാൻ. അഖില, ഒരു വീടിനേക്കാൾ ചെറുതാണ് അതിന്റെ വാതിൽ, വാതിലിനേക്കാൾ ചെറുതാണ് അതിന്റെ പൂട്ട്, ആ പൂട്ടിനേക്കാൾ ചെറുതാണ് അതിന്റെ താക്കോൽ. ആ ഒരു ചെറിയ താക്കോൽ കൊണ്ട് വീട് മുഴുവൻ തുറക്കാൻ പറ്റും. അതുപോലെ ചെറിയ ചില വിട്ടുവീഴ്ചകൾ കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നിന്റെ ഈ പിടിവാശികൾ മാറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ നീ സ്വയം തോറ്റുപോകും. ഈ കാര്യത്തിൽ മാത്രമല്ല, ജീവിതം മുഴുവൻ തോറ്റുകൊണ്ടേയിരിക്കും.
എന്താ കല്യാണി, നീ എന്താ പേപ്പർ ഒട്ടി കളിക്കാണോ? വല്യുഞ്ഞെ ഇത് കണ്ടോ? ഇതെന്താ 1 2 3? നീ എന്താ 1 2 മിനിറ്റ് കളിക്കാണോ? 1 2 3. ദാ ഈ 3-നൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് പറയാമോ? അത് പറ, പെട്ടെന്ന് പറ. എനിക്കറിയാം വല്യുഞ്ഞിന് ഇതൊന്നും ഓർമ്മ കാണില്ല എന്ന്. അപ്പോഴേക്കും എന്റെ ചെമ്പരത്തി കുട്ടി അങ്ങ് പിണങ്ങിയോ? എന്നാ കേട്ടോ, ഇത് നിന്നെപ്പോലെ പേപ്പറിൽ വെട്ടിവെച്ചിരിക്കുന്ന തീയതിയല്ല, എന്റെ ഹൃദയത്തിൽ കുറിച്ചിട്ട തീയതിയാ. ആരും കൊതിക്കുന്ന എന്റെ പ്രേയസിയെ ഞാൻ സ്വന്തമാക്കിയ ദിവസം. അപ്പൊ ഓർമ്മയുണ്ടല്ലേ കൊച്ചു കള്ളൻ? ഇത് മാത്രമല്ല, ഞാൻ നിന്നോട് പ്രണയം പറഞ്ഞത്, ഞാൻ സ്നേഹിച്ച കണ്ണുകളുടെ ഉടമ നീയാണെന്ന് തിരിച്ചറിഞ്ഞത്, അങ്ങനെ എല്ലാ തീയതികളും മനസ്സിനകത്തുണ്ട് കല്യാണി. സന്തോഷായി വല്യുഞ്ഞെ. വല്യുഞ്ഞിനറിയോ, ഇനി 3 ദിവസം കൂടിയുള്ളൂ ഞാൻ ദേ ഈ ഹൃദയത്തിന്റെ ഉടമയായ നാള് വരാൻ. കൊള്ളാലോ. എന്നാൽ ഇനിയുള്ള ആ 3 ദിവസത്തിനും ഓരോരോ പ്രത്യേകത ഉണ്ടായിക്കോട്ടെ. എന്നുവെച്ചാ ഒന്നുമില്ല. ഞാൻ ഈ 3 ദിവസവും എന്റെ കല്യാണിക്കുട്ടിക്ക് ഓരോരോ സമ്മാനങ്ങൾ തരാൻ പോവാ. സത്യം? സത്യം. അത് കൊള്ളാട്ടോ. പിന്നെ ഈ സമ്മാനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകതയുണ്ടോ? അതായത് നീ മനസ്സിൽ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങളായിരിക്കും ഞാൻ ഓരോ ദിവസവും നിനക്ക് തരുന്നത്. അത് നടന്ന പോലെ തന്നെ. നമുക്ക് നോക്കാന്നേ. ഒരു കാര്യം ചെയ്യാം, ഇന്നു മുതല് നീ എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് ആഗ്രഹിക്കുന്നുവോ ആ സമ്മാനത്തിന്റെ പേരും അന്നത്തെ തീയതി എഴുതി ഒരു ബോക്സിലിട്ട് വയ്ക്കാം. ഇനിയുള്ള 3 ദിവസങ്ങളിൽ ഞാൻ നിനക്കുള്ള ഓരോ സമ്മാന പൊതികളും കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കാം. 3-ാമത്തെ ദിവസം നീ ആ ബോക്സ് പൊട്ടിച്ച് നോക്കണം. ഓരോ ഡേറ്റിലും നീ എഴുതിയ സമ്മാനമാണോ ഞാൻ കൊണ്ടുവന്നതെന്ന് അപ്പൊ കാണാലോ. വല്യുഞ്ഞി സത്യാണ് ഈ പറയണേ. പിന്നെ സത്യമല്ലാതെ ഞാൻ എന്റെ സുന്ദരി കുട്ടിയോട് കള്ളം പറയോ? ഇറങ്ങട്ടെ. അയ്യോ, ചോറെടുത്തില്ല. പോട്ടെ. എത്ര നാളെ ഇങ്ങനെ വെറുതെ ഇരിക്കുക? ഇങ്ങനെ വെറുതെ ഇരുന്ന വല്ല ജീർണവും പിടിക്കും. ഇനിയിപ്പൊ തൃച്ചംബരത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അനിയൻകുട്ടന്റെ കാര്യങ്ങളെങ്കിലും നടത്തി കൊടുക്കാൻ അത് ഉപകരിച്ചേനെ. ഇങ്ങനെ വെറുതെ ഇരുന്ന ഓരോരോ രോഗങ്ങളും പിടികൂടും. എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. അനിയൻകുട്ടൻ വളർന്നു വരിക. അവന് കളക്ടർ ആവണമെന്ന ആഗ്രഹം. അവനു വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണമെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാ പറ്റില്ലല്ലോ. ഒരു ജോലി അത്യാവശ്യമാണ്. ഇവിടെ ഇരുന്ന് ജോലി വേണമെന്ന് പറഞ്ഞാ ആരും ജോലി ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?
ഒരു വഴിയുണ്ട്. വലിയ കുഞ്ഞിനോട് പറഞ്ഞിരുന്നെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ഡ്രൈവറുടെ പണി തരപ്പെടുത്തി തന്നേനെ. വലിയ കുഞ്ഞിനോട് ഞാനെങ്ങനെയാ പറയാ? വലിയ കുഞ്ഞാണെങ്കിൽ അതേപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ, സമയം കിട്ടാത്തോണ്ടായിരിക്കാം. പത്രം നോക്കി എവിടെയെങ്കിലും ജോലി ഒഴിവുണ്ടോന്നറിയാൻ എവിടെ പത്രവും ഇല്ലല്ലോ. ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ അടങ്ങിയിരുന്നൊരു ശീലവുമില്ല. ഇങ്ങനെ പോയാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അല്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകും. അങ്ങനെ വിചാരിക്കാത്തവരുണ്ടെങ്കിൽ അവരെന്നെ സഹായിക്കാതിരിക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ, ഞാനേതായാലും അമ്പലം വരെ ഒന്ന് പോവുക. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഹലോ, ഒന്നവിടെ നിന്നേ, ഒന്നിങ്ങ് വന്നേ. എങ്ങോട്ടാ യാത്ര? അമ്പലത്തിൽ പോവാണ് മാഡം. ഓ, ക്ഷേത്ര ദർശനത്തിന് പോവല്ലേ ദാസ് മഹാരാജാവ്? എന്നാ തേരിലാകാമായിരുന്നല്ലോ യാത്ര. കുറച്ച് അകമ്പടിക്കാരെ കൂടി കൂട്ടാമായിരുന്നു. പരിഹാസം കൊള്ളാം. പരിഹസിക്കുന്ന ആളുടെ ബുദ്ധിസ്ഥിരതയിൽ സംശയമുള്ളതുകൊണ്ട് എനിക്കത് ഏക്കില്ല. ഓ, വിശ്വസ്തനായ സേവകൻ തൃച്ചംബരത്തെ വിശിഷ്ട അതിഥിയായി. ഓച്ചാനിച്ചു നിന്ന് തറവാട്ടിലെ മൂത്ത ബന്ധുക്കാരനുമായി. മകളെ കൊണ്ടുവന്ന അടുക്കളക്കാരിയാക്കി തൃച്ചംബരത്ത് ചെറുക്കന്റെ പുറകെ മകള് കറങ്ങുന്നത് കണ്ട് അതൊരു പുളിങ്കൊമ്പല്ലേന്ന് കരുതി കണ്ണുടച്ച് നിന്നും കൊടുത്തു. ഒരു സുപ്രഭാതത്തിൽ വിനീത ദാസന്റെ മകൾ കോടീശ്വരപുത്രനായ ആനന്ദിന്റെ ഭാര്യയായി. അയ്യോ, കാണപ്പെട്ട ദൈവത്തിന്റെ മകൻ മകളുടെ കഴുത്തിൽ താലി കെട്ടിയതറിഞ്ഞപ്പോ രോഷപ്രകടനം, അഖിലാമേടത്തോട് പ്രതിഷേധം, പലതരം നാടകങ്ങൾ, ഒടുവില് തന്ത്രപൂർവ്വം നാട്ടിലേക്കൊരു ഒളിച്ചോട്ടം. പോയാ? ആ, നാണയില്ലേ മനുഷ്യ നിങ്ങക്ക്? പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. എന്താ നിർത്തിക്കോ. പണ്ടൊക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഈ തൃച്ചംബരത്തെ ഒരു ജോലിക്കാരനായ ഡ്രൈവറായിരുന്നു. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ ബാധ്യസ്ഥനല്ലെങ്കിലും മാഡത്തിനോട് ശിവരാമ സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ചു. പക്ഷെ ഇന്നത് കേട്ടു നിൽക്കേണ്ട ആവശ്യം ദാസിനില്ല. ഇന്നത് കേട്ട് നിൽക്കേണ്ട ആവശ്യം ആ ഡ്രൈവർ ദാസിനില്ലെന്നൊക്കെ എനിക്കറിയാം. ഇന്ന് ഇയാള് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ അമ്മായിയച്ഛനല്ലേ? വളയം പിടിച്ച് തൃച്ചംബരത്തിന്റെ ഔദാര്യത്തിൽ കഴിഞ്ഞിരുന്ന നിങ്ങൾ തൃച്ചംബരത്തെ സപ്രമഞ്ചത്തിൽ വരെ അന്തി ഉറങ്ങി. ഞാനൊരു തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്ന് പറയാം. മാഡം പരദൂഷണം പറഞ്ഞ് ജീവിക്കുന്നു. നിർത്ത. ഔട്ട് ഹൗസിലെ പൊറുതി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. തന്റെ കൂടും കുടുക്കയൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് എറിയും. കൈവിറയ്ക്കും. എന്തോ കൈവിറയ്ക്കും. മാഡത്തിന് ധൈര്യം ഉണ്ടെങ്കിലേ അതെടുത്തൊന്ന് എറിഞ്ഞു നോക്ക്. അപ്പൊ കാണാം. മര്യാദക്കൊക്കെ പെരുമാറിയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ
ഞാനെന്നല്ല, ആരും നിങ്ങളെ വകവയ്ക്കില്ല. ഞാൻ അമ്പലത്തിലേക്ക് പോവാ. വേണമെങ്കില് നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ചേക്കാം. ദാനശീലത്തിൽ കർണനേക്കാളും മേലെയാണെന്ന് ധരിക്കുന്ന തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. പാവപ്പെട്ട ദാസേട്ടന് അന്തി ഉറങ്ങാൻ ദാനമായി കൊടുത്ത ആ ഔട്ട് ഹൗസ് തിരിച്ചു ചോദിക്കുന്നു. അരവിന്ദ്, പുരാണത്തിൽ സ്വന്തം മകന്റെ ജീവന് വേണ്ടി ദേവേന്ദ്രൻ ബ്രാഹ്മണ വേഷം പൂണ്ട് ദാനധർമ്മിയായ കർണനോട് കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെട്ടത്. ഇവിടെ മകൻ സന്തോഷത്തോടെ ജീവിക്കാതിരിക്കാൻ ദാനം കൊടുത്ത ഔട്ട് ഹൗസ് തിരികെ ചോദിച്ചിരിക്കുന്നു. നന്ദന, എന്റെ അമ്മ എന്തും ചെയ്യും. ഞാൻ എന്താ ഇങ്ങനെ ആയി പോയെന്ന് നീ എന്നോട് ചോദിച്ചിട്ടില്ലേ? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ആ സ്ത്രീയുടെ വയറ്റി പിറന്നു പോയി എന്നുള്ളൊരൊറ്റ കാരണം. എന്തൊക്കെയായിരുന്നു അരവിന്ദന് കമ്പനി നടത്താൻ അറിയില്ല, അവനതിനുള്ള ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടെ ഇപ്പൊ ഒരു വലിയ കമ്പനിയായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം വന്നപ്പോ അമ്മ അത് കഴിയൊഴുന്നാണ്ടില്ലേ? അവർക്ക് എന്ന് തന്നെ ഒരു മുടിയനായ പുത്രനാക്കി മാറ്റാൻ ഇഷ്ടം. അത് തന്നെയാണല്ലോ ഈ പിടിവാശിയൊക്കെ. അല്ലെങ്കിൽ കല്യാണി ബ്രാൻഡ് അംബാസിഡർ ആയിന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കണം നന്ദന? എടി നിനക്കറിയോ അമ്മയുടെ ഒരൊറ്റ വാശി തൃച്ചംബരത്തെ തകർക്കുന്ന. അരവിന്ദ്, ആന്റി ഈ പടയൊരുക്കങ്ങളൊക്കെ നടത്തുന്നത് ആനന്ദിനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, കല്യാണിയെ തോൽപ്പിക്കാനാ. പക്ഷേ അവിടെയും തോറ്റുപോകുന്നത് സ്വന്തം മകനാണെന്ന് ആന്റി തിരിച്ചറിയുന്നില്ല. അത്രേ ഉള്ളൂ. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദാസേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ അതിലേറെ കഷ്ടം. 26 കൊല്ലത്തെ വിശ്വാസ്യതയാ ഒറ്റ നിമിഷം കൊണ്ട് അഖിലാന്റി മറന്നത്. കല്യാണിയാണെങ്കിൽ ഇതുവരെ ദാസേട്ടനോട് സംസാരിച്ചിട്ട് പോലുമില്ല. കല്യാണിക്ക് ദാസേട്ടന് കല്യാണിയോ വിട്ടു നിൽക്കാൻ പറ്റും തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. ഓ, GM, യൂണിവേഴ്സൽ ഗ്ലോബൽ കമ്പനിയുടെ GM. അയ്യോ, ഹലോ. സർ. ടെൽ മീ സർ. യാ, ഷുവർ. ഇതാരാ? ദാസേട്ടനോ? എന്തുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ തിരുവേനി. കല്യാണിയോ അൻസാറും മിക്കവാറും ഇവിടെ വരാറുണ്ട്. ഒരു അമ്പലപ്രാവാണല്ലോ കല്യാണി. ആ കുട്ടിയുടെ മനമുരുകിയുള്ള പ്രാർത്ഥന കൊണ്ട് തന്നെയാ ദാസേട്ടൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നത്. ഒരു താക്കോൽ പൂജയുണ്ട് കാറിന്റെ. പുതിയ വണ്ടിയാണോ? അറിയില്ല. ശ്രീം ശ്രീം കമലാലേ പ്രസീത പ്രസീത. ശ്രീം ശ്രീം ഓം മഹാലക്ഷ്മി മഹ. ഓം ശ്രീം ശ്രീം കമലേ കമലാലേ പ്രസീത പ്രസീത. ഓം ശ്രീം ശ്രീം ഓം മഹാലക്ഷ്മി മഹ. ഓം ശ്രീം 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 ഓം മഹാലക്ഷ്മി മഹ.